അലമീൻ, സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് കാർ മാർഗം പ്രധാനമന്ത്രി എത്തിച്ചേരും. നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ പോകുന്നത്. ആ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തിയതിന് ശേഷമായിരിക്കും നേരെ അവിടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കൊപ്പം 15 മിനിറ്റ് ചെലവഴിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ സംഘം അറിയിക്കുന്നത്. ഇപ്പോൾ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തി സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. സുജിയ തീരുമാനിച്ചതിലും അധിക സമയം ചൂരൽമലയിൽ പ്രധാനമന്ത്രി ചിലവഴിച്ചു. ഇനി ദുരന്ത ബാധിതരെ നേരിട്ട് കാണുമ്പോൾ, ക്യാമ്പിൽ വന്ന് കാണുമ്പോഴും ആശുപത്രിയിൽ പോയി കാണുമ്പോഴും എത്ര നേരം അവർക്കൊപ്പം ചിലവഴിക്കുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഏതായാലും 3 മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം നിശ്ചയിച്ചിരുന്നത്. ആ സമയത്ത് മടക്കം ഉണ്ടാവില്ല എന്നുള്ളത് ഏറെ വ്യക്തമായി കഴിഞ്ഞു. 10 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ചൂരൽമലയിലെ സന്ദർശനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടങ്ങിയത്. റോഡ് മാർഗം മേപ്പാടിയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട്, പരമാവധി 10 മിനിറ്റ് സമയം കൊണ്ട് അദ്ദേഹം മേപ്പാടിയിലേക്ക് എത്തും. മേപ്പാടി ടൗൺ പാസ് ചെയ്ത് മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി ഇനി എത്തുക. ആ സ്കൂളിൽ നിരവധി ക്യാമ്പുകളുണ്ട്. അതോടൊപ്പം മേപ്പാടി LP സ്കൂളിൽ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായിട്ടാണ് പ്രധാനമന്ത്രി സെന്റ് ജോസഫ് സ്കൂളിൽ സംവദിക്കുക, അവരുമായി ആശയവിനിമയം നടത്തുക. അതിനുശേഷം അദ്ദേഹം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കടുത്തേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി ഒരു പക്ഷേ ചൂരൽമലയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അക്കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ കളക്ടർ, പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ അനുഗമിച്ച ജില്ലാ കളക്ടറാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി നേരെ വരുന്നത് ചൂരൽമലയിൽ നിന്ന് നേരെ അദ്ദേഹം വരിക സെന്റ് ജോസഫിലെ ക്യാമ്പിലേക്കായിരിക്കും. ക്യാമ്പിൽ വന്ന് അവിടുത്തെ അഭയാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. അവിടെയുള്ള 4 പേരുമായിട്ടാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. പരിപൂർണമായും സുരക്ഷാ വലയത്തിലാണ് മേപ്പാടി ടൗണും പരിസരവും സെന്റ് ജോസഫ് കോളേജും സ്കൂളും പരിസരവും ഒക്കെയുള്ളത്. അല്പസമയത്തിനകം നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ അനുഗമിക്കുക. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ വാഹനമൊക്കെ കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. 20 മിനിറ്റോ 25 മിനിറ്റോ അല്ലെങ്കിൽ പരമാവധി അരമണിക്കൂർ ചൂരമലയിൽ സമയം സ്പെൻഡ് ചിലവഴിക്കാനായിരുന്നു പ്രധാനമന്ത്രി തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 1 മണിക്കൂർ നേരത്തോളം അദ്ദേഹം അവിടെ 1 മണിക്കൂറോളം സമയം അദ്ദേഹം അവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ്. അത് ചൂരൽമലയിൽ ഇറങ്ങി ബെയിലി പാലത്തിൽ നിന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിനപ്പുറത്തേക്ക് വെള്ളാർമല സ്കൂളിന്റെ പരിസരവും അവിടെ നാശം വിതച്ച ഇടങ്ങളൊക്കെ നേരിട്ട് കണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അവിടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ദുരന്തത്തിന് പിന്നാലെ ദുരന്ത മേഖലയിൽ ഉടനീളം സഞ്ചരിച്ച ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ഗവർണർ, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, മറ്റു ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥർ, മറ്റു കേന്ദ്ര സംഘം ഉൾപ്പെടെയുള്ളവരാണ് പ്രധാനമന്ത്രിക്ക് അവിടുത്തെ നേർക്കാഴ്ചകൾ എല്ലാം വിശദീകരിച്ചത്. ആ കാഴ്ചകളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഭൂപ്രകൃതി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, എത്ര സൗഹാർദ്ദത്തിലായിരുന്നു അവിടെ ആളുകൾ കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സുജയ, അവിടെ പോയി നോക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ വിശദീകരിക്കും അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളോട് ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. അങ്ങനെ ഉണ്ടായിരുന്ന, അവർ വിവരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രകൃതിയാണോ ഈ വിധത്തിലേക്ക് മാറ്റിമറിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ അന്തം വിട്ട് കേട്ടു നിന്നിരുന്നതാണ്. പ്രധാനമന്ത്രിയും സമാനമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. കാരണം ഈ ദുരന്തത്തിന് ശേഷമുള്ള കാഴ്ച നമ്മുടെ കൺമുന്നിൽ പ്രകടമാണ്. അതിന് മുൻപ് അവിടെ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അമ്പരപ്പോടുകൂടി മാത്രമേ അത് കേൾക്കാനാവുകയുള്ളൂ. സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം പ്രധാനമന്ത്രിയോടും അക്കാര്യങ്ങൾ തന്നെയായിരിക്കും വിശദീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആദ്യം കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രവേശിച്ച അദ്ദേഹം ആകാശ കാഴ്ചകളിലൂടെ ദുരന്തത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയുമെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ്
ചൂരൽമലയിലേക്ക് എത്തിയത്. പുഞ്ചിരിമട്ടത്തു നിന്ന് ഇറങ്ങി വന്ന ആ ഉരുളൻ കല്ലുകൾ, വലിയ പാറക്കൂട്ടങ്ങൾ, മൺകൂന, ഒരു ജലബോംബ് പോലെ ഇറങ്ങി വന്ന മലവെള്ളപ്പാച്ചിൽ, അതെല്ലാം അത് പുഞ്ചിരിമട്ടത്തെ മാത്രമല്ല, പുഞ്ചിരിമട്ടത്തൊപ്പം മുണ്ടക്കൈയും ഇല്ലാതാക്കിക്കൊണ്ടാണ് വെള്ളാർമലയിലും ചൂരൽമലയിലും വന്നു പതിച്ചത്. അതിന്റെ ബാക്കി ശേഷിപ്പുകളാണ് ചൂരൽമലയിലും വെള്ളാർമലയിലെ പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും കൂട്ടം കൂടി കിടക്കുന്നത്. പാറക്കൂട്ടങ്ങളായും മൺകൂനകളായും വടവൃക്ഷങ്ങളായും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളായും കോൺക്രീറ്റ് പാളികളായും ഒക്കെ അവിടെ കിടക്കുന്നത് ആ ദുരന്തത്തിന്റെ അവസാന ചിത്രങ്ങളാണ്, ദുരന്തത്തിന്റെ ബാക്കി പത്രവും ശേഷിപ്പും ഒക്കെയാണ്. അതെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു. പ്രധാനമന്ത്രി നേരിട്ട് നടന്നു കയറിപ്പോയി കണ്ട സ്ഥലങ്ങളിൽ പോലും നിരവധി ആളുകൾ ഇപ്പോഴും കണ്ടുകിട്ടാനുണ്ട്. പലരും ഒരുപക്ഷെ ആ മണ്ണിനടിയിൽ ഉണ്ടാകും. അവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടന്നതാണ്. നാളെ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി ആ ഇടങ്ങൾ വീണ്ടും ഇളക്കിമറിച്ചുള്ള പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവിടെയാണ് പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയത്. സ്വജയ അല്പസമയത്തിനകം പ്രധാനമന്ത്രി മേപ്പാടിയിലേക്ക് എത്തും. അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഏതാണ്ട് ഒരു 15 മിനിറ്റ് പിന്നിടുകയാണ്. സാധാരണഗതിയിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹം അല്പസമയത്തിനകം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹവും ഉദ്യോഗസ്ഥ വൃന്ദവും മേപ്പാടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വഴിയരികിൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിനായി കാത്തുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നേരത്തെ കൽപ്പറ്റയിൽ നിന്ന് വന്നപ്പോൾ മേപ്പാടി വഴി ചൂരൽമലയിലേക്ക് യാത്രയാക്കിയത്. ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വഴിയരികിൽ നിരവധി ആളുകൾ തമ്പൊഴിച്ച് നിൽക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ദുരന്തബാധിതരെ, ദുരന്ത മുഖം എന്താണ് എന്നുള്ളത്, ദുരന്തത്തിന്റെ ബാക്കി പത്രം എന്താണ് എന്നുള്ളത്, ദുരന്തത്തിന്റെ ശേഷിപ്പ് എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി ആകാശ കാഴ്ചകളിലൂടെയും തൊട്ടടുത്തുമൊക്കെ നേരിട്ട് കണ്ട് മടങ്ങുകയാണ്. ഇനി അദ്ദേഹം കാണാൻ പോകുന്നത് ആ ദുരന്ത ബാധിതരായുള്ള ആളുകളാണ്. ദുരന്തത്തിന് പിന്നാലെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളാണ്. ദുരന്തം ജീവിതത്തിന് മുന്നിൽ കരിനിഴൽ വീഴ്ത്തിയ ആളുകളാണ്. ആ ഉരുണ്ടുവന്ന വലിയ പാറക്കൂട്ടങ്ങൾ ജീവിതത്തിന് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് ഭാവിയിൽ അനിശ്ചിതത്വമുള്ള ആളുകൾ, അവരെയാണ് ഇനി പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ പോകുന്നത്. അവരുടെ വ്യഥകൾ, അവരുടെ വ്യസനം, അവരുടെ വേദന, അവരുടെ ആശങ്കകളെല്ലാം പ്രധാനമന്ത്രി ഇനി നേരിട്ട് കേൾക്കുകയും ചെയ്യും. അതിനുശേഷം ഈ ദുരന്തത്തെ അതിജയിച്ച ആളുകളുടെ അടുത്തേക്ക്, ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ അടുത്തേക്ക്, അങ്ങനെയുള്ള 4 പേരുടെ അടുക്കിലേക്കാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുക. അതിലൊന്ന് അവന്തിക എന്ന് പറയുന്ന 8 വയസ്സുകാരിയാണ്. അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങളെ ഒന്നാകെ നഷ്ടപ്പെട്ടു. ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ 9 പേരെയാണ് അവന്തികയ്ക്ക് നഷ്ടപ്പെട്ടത്. ഒപ്പം കുടുംബക്കാരെന്ന് പറയാൻ ആരുമില്ലാതെ ഈ ലോകത്തേകയായി മാറിയ അവന്തികയെ പ്രധാനമന്ത്രി നേരിട്ട് കാണും. അതോടൊപ്പം ഈ ദുരന്തത്തിന് പിന്നാലെ അത്യാസന്ന നിലയിലേക്ക് മാറിയ ഒറീസ സ്വദേശിയായ ഒരാളുണ്ട്. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഐസിയുവിലായിരുന്നു. ഇപ്പോഴാണ് അപകടനില തരണം ചെയ്തത്. ആ ഒറീസ സ്വദേശിയെ പ്രധാനമന്ത്രി നേരിട്ട് കാണും. ഈ ദുരന്തത്തിൽ മൺകൂനയ്ക്കടിയിലേക്ക്, ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നു പോയി തലഭാഗം മാത്രം പുറത്തുണ്ടായിരുന്ന അരുണിനെ പ്രധാനമന്ത്രി നേരിട്ട് കാണും. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്ന 4 പേരാണ് ഇപ്പോഴും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. അവരുമായി പ്രധാനമന്ത്രി നേരിട്ട് കാണും. അവരനുഭവിച്ച ആ സന്ദർഭം, അവർ കടന്നുപോയ ആ ദുരന്ത നിമിഷം, ആ വേദന നിറഞ്ഞ, അമ്പരപ്പ് നിറഞ്ഞ ആ നിമിഷങ്ങൾ പ്രധാനമന്ത്രി അവരിൽ നിന്ന് നേരിട്ട് കേട്ടറിയും. സ്വാഭാവികമായും കാഴ്ചകൾ കണ്ട്, അനുഭവങ്ങൾ കേട്ടറിഞ്ഞ് മടങ്ങുന്ന പ്രധാനമന്ത്രി പിന്നെ പോകുന്നത് നമുക്ക് ആ ക്യാമ്പിലേക്ക് ശ്രദ്ധയൂന്നാം. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ്, ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും